പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയും കർത്താവിന്റെ വചനത്തിന്റെ മാധുര്യവും നമ്മുടെ ജീവിതത്തെ ഒരുപോലെ ദൈവസ്നേഹത്തിലേക്ക്, അഥവാ ആ കർത്താവിനോടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് ഓരോ ദിവസവും ബിൽഡ് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തെ ഒന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവിന്റെ വചനത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും മാനുഷികമായിട്ട് പല മേഖലകളിലും മാനുഷികമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് തക്കവണ്ണം, സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം പലപ്പോഴും അങ്ങനത്തെ ചിന്തകൾ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ എന്നെ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒരു തിന്മയും, ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള അനുഗ്രഹമല്ലാതെ ഒരു തിന്മയും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. കാരണം യേശു ക്രൂശി മരിച്ചതും പുനരുത്ഥാനം ചെയ്തതും അതിന്റെ ഗ്യാരണ്ടി. അതെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതും പുനരുത്ഥാനം ചെയ്തതും ഇന്നും ജീവിക്കുന്നതും ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ കർത്താവിനാൽ മാനിക്കപ്പെടും എന്നതിന്റെ ഗ്യാരണ്ടിയാണ്. അതില് ഒരു വിധത്തിലെ സംശയവും അതിനകത്തില്ല. ഒരു വിധത്തിലെ ഒരല്പം പോലും, ഒരു കടുക് മണി അളവ് പോലും സംശയം അതിനകത്തില്ല. കാരണം ഹല്ലേലൂയ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതും പുനരുത്ഥാനം ചെയ്തും രഹസ്യമല്ല, അതൊരു പരസ്യമാണ്. അതെ, ഹല്ലേലൂയ, ആമേൻ. പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഞാൻ ഒരിക്കലും ഹല്ലേലൂയ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എൻ്റെ ബുദ്ധിക്ക് തക്കവണ്ണം വിലയിരുത്തി മടുത്തു പോകാതെ, തളർന്നു പോകാതിരിക്കാനായിട്ട് യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഏത് നിലവാരത്തിലുള്ളതാകട്ടെ, ഗോഡ്സ് പ്രസൻസ് ഈസ് ദേർ. കർത്താവോടുണ്ട്, കർത്താവിന്റെ വാഗ്ദത്തമുണ്ട്. അത് മാറത്തില്ല. അത് നിങ്ങളിൽ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യും. ഒരു സംശയം വേണ്ട, ചെയ്തിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവവചനത്തിന് ചിന്തിക്കുമ്പോൾ ദൈവവചനത്തോട് ചേർന്നിരിക്കുന്നതോടും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗീയമായ നിലയിൽ ജീവിക്കാൻ പറ്റും. ഈ ജീവിത സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോയി തീർന്നു. അത് ലോകത്തിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇന്ന തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ഇത്രയും പ്രായമായി കഴിഞ്ഞാൽ, ഇത്രയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, ഇന്ന വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിഞ്ഞു. ഇനി അതിനും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എല്ലായിടത്തും അങ്ങനെ പറയുമ്പോൾ ഇവിടെ ചിന്തിച്ചു നോക്കി, അതിനതീതമായി നമ്മെ നടത്തുന്ന ഒന്നാണ് ദൈവവചനം. അതെ, അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ പറഞ്ഞു. അബ്രഹാമിനെ കുറിച്ച് തിരിച്ചറിഞ്ഞു. അതങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തന്റെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടു, തന്റെ ബലഹീനത മനസ്സിലാക്കിയിട്ടു, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, അതെ ഗ്രഹിച്ചു, പക്ഷെ അവിടെയും വിശ്വസിച്ചു, എന്റെ ദൈവം ഇവിടെ അത്ഭുതം ചെയ്യും. അത് സാഹചര്യങ്ങൾക്ക് അതീതമായിരുന്നു. ഇസഹാക്കിൽ നമ്മളിത് കാണുന്നു. മഹാക്ഷാമം ഉണ്ടായ സമയത്ത് വിതയ്ക്കുക, അതൊരു ബുദ്ധിക്ക് അതീതമായ ഒരു കാര്യം. പക്ഷെ കർത്താവ് ഇതിനെ നിവർത്തിപ്പാൻ ശക്തനായിരുന്നു. കർത്താവ് ഇത് ചെയ്തു. കർത്താവ് പറഞ്ഞതിനെ കർത്താവ് നിവർത്തിച്ചു. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ മോശ പറയുക, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാര്യം ചെയ്യും, നിങ്ങൾ മുന്നോട്ട് പോകാൻ. അത് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. പക്ഷേ ദൈവം ഒരുവന്റെ കൂടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, ദൈവം ഒരുവന്റെ കൂടെ വസിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായത്, നമ്മുടെ ചിന്താഗതികൾക്കും അതീതമായത്, അതിനപ്പുറമായത് ചെയ്യുന്നവരാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലും ഒതുങ്ങിപ്പെട്ടുപോകാതെ, അതിനകത്ത് വീണുപോകാതെ, വിളിച്ച ദൈവത്തിലുള്ള പൂർണ്ണമായ ബോധ്യം അത് ദൈവവചനത്തിലൂടെ നമുക്ക് തരുന്നതാണ്. നമുക്കറിയാം, യേശുവിനെ കല്ലറയിൽ കൊണ്ടുവച്ചു, മരിച്ചു എന്ന് സാഹചര്യമെല്ലാം പ്രൂവ് ചെയ്തു. അത് അവര് ഉറപ്പുവരുത്തി. മരിച്ചു എന്ന് മറ്റ് ഇടത്തുവശത്തും വലത്തുവശത്തും കിടന്ന കള്ളന്മാരുടെ കാലൊടിച്ച് ആ ബോഡി എടുത്തപ്പോ യേശുവിന്റെ ശരീരം, യേശു മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് അവര് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അരിമത്തക്കാരും യോസഫും അടങ്ങുന്ന സംഘം
ശീലകൾ ചുറ്റി ആ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചത്, ഉറപ്പിച്ചു. മാത്രമല്ല അവിടെ പുരോഹിതന്മാർ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ, കാരണം അവൻ പറഞ്ഞായിരുന്നു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ആ ചതി പിന്നെ മുമ്പുണ്ടായിരുന്ന ഏത് ചതിയേക്കാൾ വലിയ ചതിയായി മാറാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യും. അതായിരുന്നു അവരുടെ റിക്വസ്റ്റ്. അവിടെ രാജാവ് പറഞ്ഞു, ഞാൻ കാവല് തരാം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ കാവല് ചെയ്തു. അത്രയും ചെയ്തിട്ടും ചുറ്റുപാടുകളും ഒരു ശാരീരിക നിയമമുണ്ടല്ലോ, മരിച്ചു 3 ദിവസമായി, ഇത്രയും അടി മേടിച്ച് ശരീരത്തെ മുഴുവൻ രക്തം വാർന്നൊലിച്ച ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു ശരീരത്തോടെ ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാവുന്നതിന് അതീതമാണ്. അതാണ് ദൈവം, അതാണ് കർത്താവ്, അതാണ് കർത്താവിന്റെ ശക്തി. അപ്പൊ അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ സ്വർഗീയമായ അനുഭവത്തിൽ, സ്വർഗീയമായ വ്യവസ്ഥയ്ക്കുള്ളിൽ ജീവിക്കാൻ സാധിക്കും ഒരു വ്യക്തി ദൈവവചനം മനസ്സിലാക്കുമ്പോൾ തൻ്റെ യഥാർത്ഥമായ ക്രിസ്തുവിൽ താൻ ആരാണെന്ന് തിരിച്ചറിയും. അതേപോലെ ഇവിടെ നിങ്ങളുടെ ശാരീരികമായി പലവിധമായ പ്രയാസങ്ങളിലായിരിക്കും ഒരു വിഷയം, പല വിധത്തിൽ വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കും. പക്ഷെ അതിനോട് ചേർന്ന് നിന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കർത്താവിന് കഴിയും. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, തൃത്വം, ത്രിയേക ദൈവം എന്നീ വാക്കുകൾ നമ്മൾ പലയിടത്തും കേട്ടു. ഈ തൃത്വം എന്ന വാക്ക് ബൈബിളിലില്ല. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എന്ന് നമ്മൾ അവിടെ കാണുന്നു. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തില് 28-ാം അധ്യായത്തില് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പൊ അവിടെ ഈ 3 സ്ഥാനങ്ങൾ പറയപ്പെട്ടത് കൊണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളാണ്, 3 തലത്തിലുള്ള വെളിപ്പാടുകളാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇവിടെ 3 സ്ഥലത്തും വെളിപ്പെടുന്നത്, 3 സാഹചര്യങ്ങളിൽ വെളിപ്പെടുന്നത് ആത്മാവാകുന്ന ദൈവം തന്നെയാണ്, ദൈവമാത്മാവാണ്. കാരണം ദാവീദ് കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയാനായിട്ടുള്ള ഒരു ആഗ്രഹം അകത്തുണ്ടായി. നമ്മൾ അത് വചനത്തിൽ കാണുന്നുണ്ട്. അതായത് ദാവീദ് തന്റെ വസതി വലിയ ആഡംബരമായ ഒരു വസതിയിൽ താൻ ജീവിക്കുമ്പോൾ കർത്താവിന്റെ പെട്ടകം കൂടാരത്തിലിരിക്കുന്നത് കണ്ട് പ്രയാസത്തോടെ പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും, എനിക്ക് കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയും. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, യെസ്, ഓക്കെ. പക്ഷെ ആ കൊട്ടാരത്തിൽ നിന്ന് അല്പദൂരം പോയതായ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, വേണ്ട, ദാവീദിന്റെ കരം രക്തം പുരണ്ടതാണ്, അതുകൊണ്ട് അവന്റെ മകൻ ആലയം പണിയും. അപ്പൊ അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ആലയം പണിയാൻ പറ്റും? ഇത്രയും വലിയവനായി ദൈവത്തിന്റെ ഒരു ആലയം പണിയാൻ ഈസ് ഇറ്റ് പോസിബിൾ? നിനക്കത് സാധ്യമാണ്? ഇവിടെ ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടിയുള്ള ആലയം നമ്മുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ആലയമല്ല. കർത്താവ് വസിക്കുന്ന ആലയം, കർത്താവ് വസിക്കുന്ന ആലയം അവൻ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ, അതെ, ക്രൂശിലെ മരണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നിങ്ങളുടെ എൻ്റെയും ശരീരമാണ് കർത്താവിന്റെ ആലയം. അതിനതീതമായി വേറൊരു ആലയം ഇല്ല പ്രിയപ്പെട്ടവരെ. അതിനത്രത്തോളം വലിയ വേറൊരു ആലയമില്ല. നമ്മളാണ് അവന്റെ ആലയം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു ഒറ്റ മേഖല ഇതേ ഉള്ളൂ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള തിരിച്ചറിവ്. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് ഒരു വ്യക്തിയുടെ അകത്ത തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ വിചാരം പോലല്ല, അതിനതീതമായിട്ട് കർത്താവ് ചെയ്യും. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ആദിയിൽ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മള് ആ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ, ആ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നതിനോട് ചേർന്ന് പിന്നത്തെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം ആദമിനെ സൃഷ്ടിച്ചു.
നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനുണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുന്നത്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ നാസിയിൽ അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പൊ അവിടെ ഈ ശ്വാസം എന്ന് പറയുന്നത് ആത്മാവ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോ അവിടെ ദൈവം ആദിയിൽ സൃഷ്ടിച്ച ആദമിൽ, അതായത് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനില് ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ജീവനുള്ള ദേഹിയായി തീർന്നു, ലിവിങ് സോൾ ആയിട്ട് മാറി. അത് ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന് കർത്താവിന്റെ ശ്വാസം ഊതിയപ്പോ അവിടെ ഹല്ലേലൂയ ആമേൻ ആദാം, ഒന്നാമത്തെ ആദാം ഉളവായി. എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ കുറിച്ച് പിന്നത്തതിൽ പറയുന്നത് എങ്ങനെയാണ്? നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. അപ്പം ആദമിനെ ദൈവം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 2:7 നമുക്ക് 3-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന് തന്നെ 3-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ നീ പൊടിയാകും, നീ പൊടിയിലേക്ക് തന്നെ തിരിച്ചു ചേരും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ അവിടെ മനുഷ്യനെ പൊടി എന്ന് പ്രയോഗിക്കുമ്പോൾ പൊടി എന്ന വാക്കാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ആ പൊടിയായി തീർന്ന മനുഷ്യൻ, മണ്ണായി തീർന്ന മനുഷ്യനെ അതിന്റെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം 19-ാം വാക്യം, നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വീർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. അപ്പൊ അവിടെ ആദമിനെ കുറിച്ച് പറയുന്നത് നീ മണ്ണായിട്ട് മാറി, പൊടിയായിട്ട് മാറി. അപ്പൊ ആദം മണ്ണായി. അപ്പൊ അങ്ങനെ അവിടെ ആദമില് കർത്താവ് ഊതിയ ജീവശ്വാസം അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. എന്നാല് പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മറിയോട് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കും. അവൻ മനുഷ്യനെ, തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിക്കാനിരിക്കുള്ളൂ, അവന് യേശു എന്ന് പേർ വിളിക്കാം. ഇതാണ് അവിടെ പറഞ്ഞ കാര്യം. അപ്പൊ അവിടെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തില് അതിന്റെ 1-ാം അധ്യായം 36-ാം വാക്യത്തില് 37-ാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത് കർത്താവിനോട് മറിയുടെ പ്രതികരണം ഇതായിരുന്നു, ഇതാ നിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാ പറയുന്നത്. 38-ാമത്തെ വാക്യം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വചനത്തെ സ്വീകരിക്കുന്ന മറിയം. അപ്പൊ ചിന്തിച്ചു നോക്കുക, പൊടിയായി തീർന്ന മനുഷ്യൻ, ആ പൊടിയായി തീർന്ന മനുഷ്യനിൽ ജീവശ്വാസമൂതി, പൊടിയായ മനുഷ്യന് ജീവശ്വാസമൂതി ഇപ്പൊ ആദാം. എന്നാൽ അവൻ വീണ്ടും പൊടിയായിട്ട് മാറി. ആ പൊടിയിലേക്ക് വീണ്ടും വചനമാകുന്ന ശ്വാസം, മറിയയിലേക്ക് വചനമാകുന്ന ശ്വാസം പ്രവേശിച്ചപ്പോൾ ഉൽപാദിതമായവനാണ് ഹല്ലേലൂയ ജീവിപ്പിക്കുന്ന ആത്മാവാകുന്ന യേശു ക്രിസ്തു, ഒടുക്കത്തെ ആദാം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മറിയ സ്വീകരിച്ചത് വചനത്തെയാണ്, യെസ്. പക്ഷെ വചനത്തെ സ്വീകരിച്ചപ്പോൾ അവളിൽ പ്രവേശിച്ചത്, അവളിൽ വസിച്ചത്, അവളിൽ വാണത് ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് ജീവശ്വാസം എന്ന് പറയുന്നത് ദൈവവചനമാണ്. അതായത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് വചനത്തിലൂടെയാണ്. ആത്മാവ് നമ്മിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ദൈവവചനത്തിലൂടെ. വചനം ആത്മാവാണ്, ആത്മാവ് വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനും. അപ്പൊ നമ്മള് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വളരെ പ്രസക്തമാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ആദിയിലുണ്ടായിരുന്ന വചനം പരിശുദ്ധാത്മാവാണ്, വചനം ആത്മാവാണ്, ആത്മാവ് വചനമാണ്, പറയുന്ന വചനം, പറഞ്ഞ വചനം, ഞാൻ സംസാരിച്ച വചനം തന്നെ ആത്മാവ്.
അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തിത്വങ്ങളിൽ കാണാതെ പിതാവിൽ വെളിപ്പെട്ട അതേ പരിശുദ്ധാത്മാവ്, പുത്രനായ യേശുവിൽ വെളിപ്പെട്ട അതേ പരിശുദ്ധാത്മാവ്, അതേ ഹല്ലേലൂയ അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മള് രൂപം കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാതെ ആത്മാവിൽ ദൈവത്തെ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ തൃത്വം എന്ന് പറയുന്ന ആ പദം എത്രത്തോളം പ്രസക്തമാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം പിതാവായ ദൈവമാണ്, പുത്രനായ ദൈവമാണ്, പരിശുദ്ധാത്മാവായ ദൈവമാണ്. അപ്പോ യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് നമുക്ക് അവിടെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. 14-ാം അധ്യായം 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്ന എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും, പിതാവും പുത്രനും. എന്നാൽ 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു, പിതാവ് നമ്മിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അപ്പൊ നമ്മുടെ കൂട്ടായ്മയും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 9-ാം വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ അവിടെ പറയുന്നത് പുത്രനുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുക എന്ന് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനെ യേശുക്രിസ്തുവിനോടുമാകുന്നു. അപ്പോൾ അവിടെ പറയുന്നത് എന്താ? കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും. അങ്ങനെയാണെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 13-14 പറയുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, അതായത് പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് പുത്രന്റെ ആത്മാവ്. അപ്പോൾ ഇവിടെ എല്ലാം വെളിപ്പെടുന്നത് ഒരേ ആത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നത് ദൈവം ആത്മാവാകും. അപ്പൊ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിന്റെ വെളിപ്പാടാണ്, പിതാവായ ദൈവത്തിന്റെ ശക്തിയാണ്, പിതാവായ ദൈവത്തിന്റെ വ്യക്തിത്വമാണ്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പുത്രനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്, പുത്രനായ ദൈവത്തിന്റെ സ്വരൂപമാണ്, പുത്രനായ ദൈവത്തിന്റെ അതേ ശക്തിയാണ്, അതേ ആത്മാവാണ്, അതേ പ്രതീകമാണ് നമ്മിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ നമ്മെ മനസ്സിലാക്കാനും സാധിക്കും. അതായത് യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും സകല മാനവജാതികളുടെയും പാപത്തിന് പരിഹാരം വരുത്തുന്നതായിരുന്നു. അത് യോഹന്നാൻ യേശുവിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ഒരു തരത്തിലുള്ള അടുത്തൊരു ഇതുമില്ല. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ യേശുക്രിസ്തു ലോകത്തിന്റെ പാപത്തെയാണ് ചുമന്നു തീർത്തത്. ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർത്തവനായ ദൈവത്തിന്റെ കുഞ്ഞാണ് യേശുക്രിസ്തു. അപ്പൊ ആ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി, നമ്മുടെ പാപത്തിന് എന്നേക്കുമുള്ള പരിഹാരം വരുത്തി. അപ്പൊ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ, നമ്മുടെ പാപത്തിന് എന്നേക്കുമുള്ള പരിഹാരം വരുത്തിയപ്പോൾ, അത് സൃഷ്ടിയുടെ പൂർണ്ണത 7-ാം ദിവസം പൂർത്തിയാക്കപ്പെട്ട, അല്ലെങ്കിൽ 6-ാം ദിവസം പൂർത്തിയാക്കപ്പെട്ട സൃഷ്ടിയുടെ പൂർണ്ണത, ഹല്ലേലൂയ, പിന്നത്തതിൽ വീണുപോയ മനുഷ്യൻ, എന്നാൽ അവന്റെ രക്ഷയുടെ പൂർണ്ണത കൈവരിക്കുന്നത് ക്രൂശിലാണ്. അതായത് നമുക്ക് പറയാനായിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കും, അതായത് 6-ാം ദിവസം ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു, തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. എന്നാൽ ഞാനിതിനെ ഇങ്ങനെ പറയാം, ജീവനുള്ള ദേഹിയായി തീർന്നവനായ ആദാം അപൂർണനായി തീർന്നു. എന്നാൽ ആ അപൂർണത തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാൻ പദ്ധതിയിട്ട പിതാവായ ദൈവത്തിന്റെ ആ സൃഷ്ടിയുടെ പൂർണ്ണത വരുന്നത്
യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണ പുനരുത്ഥാനത്തിലൂടെ ആ മരണവും പുനരുത്ഥാനവും സകല മാനവജാതിയുടെയും ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിപൂർണത ഇരിക്കുന്നുവെന്ന് മനുഷ്യൻ തിരിച്ചറിയത്തക്കോണം മനുഷ്യന് വേണ്ടി പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഹല്ലേലൂയ ആമേൻ ആത്മാവാകുന്ന ദൈവം പിതാവിൽ വസിച്ചവനായ അതേ ആത്മാവ് പുത്രനിൽ വസിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ നിങ്ങളെയും എന്നെയും ദൈവത്തിന്റെ പൂർണ്ണ ആമേൻ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആക്കുവാനായിട്ട് ആത്മാവിൽ നമ്മിൽ വന്ന് വസിക്കാനിടയാക്കിയ ആ ക്രൂശ് മരണമാണ് ഹല്ലേലൂയ എന്ത് സംഭവിച്ചത്? മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത്. ആമേൻ ഹല്ലേലൂയ. അത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം ഈ പറയുന്ന കാര്യം. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സൃഷ്ടിയുടെ പൂർത്തിയായി, സൃഷ്ടി പൂർത്തിയായി. എന്നാൽ സൃഷ്ടിയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച പൂർണ്ണ രൂപത്തിലേക്ക് സൃഷ്ടി എത്തിയത് യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെയാണ്. അതായത് ദൈവത്തിന്റെ സ്വരൂപം നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തില് നമുക്കത് വായിക്കാനായിട്ട് റോമാലേഖനം 2-ാം അധ്യായത്തില് നാം അത് വായിക്കുന്നത് എങ്ങനെയാണ്? പരിച്ഛേദനെ കുറിച്ചാണ് റോമർ 2-ൽ പറയുന്നത്. എന്നാൽ റോമർ 5-ലാണ് 5:14 എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിൽ. അപ്പോൾ യേശുക്രിസ്തു വരുവാനുള്ളവൻ, ആദാം വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു. ആര്? ആദാം. അപ്പോൾ വരുവാനുള്ളവനാണ് ആര്? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ളവൻ. ആ സെയിം ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഉള്ളത് ക്രിസ്തുവിനാണ്. പക്ഷേ ജീവനുള്ള ദേഹിയായി തീർന്ന ആദമിൽ ആരംഭിച്ച പ്രവൃത്തി ജീവൻ നൽകുന്ന ആത്മാവാകുന്ന ക്രിസ്തുവിൽ പൂർത്തിയാക്കി ആ പൂർണ്ണത പ്രാപിച്ച ക്രിസ്തുവാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആമേൻ ദൈവത്തിന്റെ സ്വരൂപം എന്നാണ്. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവത്തിന്റെ സ്വരൂപം എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ്? കൊലോസ്യ ലേഖനത്തിൽ നമുക്കത് അതിന്റെ 1-ാമത്തെ അധ്യായത്തില് 15-ാം വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതൻ. അതെ, ഹല്ലേലൂയ. സർവ സൃഷ്ടിക്കും ആദ്യ ജാതൻ. അപ്പൊ ദൈവം തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ആദ്യ ജാതനാണ് ക്രൈസ്റ്റ്. ആ ക്രിസ്തുവാണ് ദൈവത്തിന്റെ സ്വരൂപം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പൊ അത് സാധ്യമാക്കിയത് പരിശുദ്ധാത്മാവാണ്. അതിൽ ഹല്ലേലൂയ ആ ആത്മാവ്. അതുകൊണ്ടാണ് നമുക്ക് 2 കൊരിന്ത്യ ലേഖനത്തില് നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം, 2 കൊരിന്ത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായം 18-ാം വാക്യം, എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന് ദാനമായി. അതായത് എന്താണ്? ഡിവൈൻ നേച്ചർ. പിതാവിലുണ്ടായിരുന്ന സ്വഭാവം, പുത്രനിലുണ്ടായിരുന്ന സ്വഭാവം, നേച്ചർ, ആ ഡിവൈൻ നേച്ചർ ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിനുമേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഏത് പ്രതിമയായിട്ടാ? കർത്താവ് ഹല്ലേലൂയ ആമേൻ ആദിയിൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ തന്നെ സ്വരൂപവും സാദൃശ്യത്തിൽ സൃഷ്ടി ആരംഭിച്ചില്ലേ? അവിടുന്ന് ആദ്യമിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ പൂർത്തിയായ പ്രവൃത്തി. ആ പ്രവൃത്തിയുടെ ഹല്ലേലൂയ റിസൾട്ടാണ് നിങ്ങളും ഞാനും. അതുകൊണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവനുള്ള ദേഹിയായി തീർന്ന ആദാമല്ല, ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്ന ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ് നിങ്ങൾ ഞാനും. അതുകൊണ്ടാണ് റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ അതിന്റെ 29-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പൊ നമ്മളെ മുൻ നിയമിച്ചത് എന്തിനാണ്? ഹല്ലേലൂയ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക. അതാണ് പ്രിയപ്പെട്ടവരെ, സൃഷ്ടിയുടെ പൂർണ്ണത നടന്നത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ആദാം ദൈവം ആഗ്രഹിച്ച നിലയിലുള്ള സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായത് ക്രിസ്തുവിലാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് സകല വാഴ്ചയ്ക്കും സകല കർത്തൃത്വത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു, ക്രിസ്തുവിൽ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അതായത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിപൂർണ സ്വരൂപമാണ്. ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ റിയൽ ഇമേജ് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങൾ ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഭൂമിയിൽ വസിക്കുമ്പോഴും സ്വർഗീയ സാദൃശ്യം,
സ്വർഗീയ സിസ്റ്റം, സ്വർഗീയമായ വ്യവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. യെസ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഭൗതികമായി വരുന്ന ഭയമില്ല. ഈ ലോകത്ത് വരുന്ന ഭയം, നിരാശ, പ്രയാസങ്ങൾ, അതിനെ എടുത്തു കളഞ്ഞിട്ട് പറയണം, ഇല്ല. പിശാച് നിങ്ങളുടെ ഉള്ളിൽ ഭയം വിതയ്ക്കുമ്പോൾ, നിരാശ വിതയ്ക്കുമ്പോൾ, നാളെക്കുറിച്ച് ആകുലത വിതയ്ക്കുമ്പോൾ പറയണം, ഇല്ല. ഹല്ലേലൂയ. ഇവിടുത്തെ കാര്യങ്ങൾ, മറ്റു പല അടയാളങ്ങളും പിശാച് ഒരു പക്ഷെ കാണിക്കും. അവർക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നത്തെ വലിയ പ്രശ്നം ഇല്ല. നിങ്ങൾ ഹല്ലേലൂയ സ്വർഗത്തിന്റെ ആമേൻ ആമേൻ സ്വർഗീയമായ ജീവിത നിലവാരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. ഹല്ലേലൂയ. ആ ബോധ്യത്തിൽ വളരുവാൻ, അതെ പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ സൗഖ്യത്തോടെ, പൂർണ്ണ സമൃദ്ധിയോടെ, പൂർണ്ണ അനുഗ്രഹത്തോടെ, കർത്താവിന്റെ സകല നിറവോടുകൂടെ ആമേൻ വസിക്കുവാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതായിട്ട് കാണാതെ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ ഓരോ നിമിഷവും മുന്നേറുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ആമേൻ അതേ സ്വരൂപമായി രൂപാന്തരപ്പെടാനായിട്ട് മുൻനിയമിക്കപ്പെട്ടവരാണെന്ന് ദൈവജനത്തിൽ പറയുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അതിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു. എല്ലാ ഭയത്തെയും, എല്ലാ രോഗത്തെയും, എല്ലാ ശാപത്തെയും, എല്ലാ കുറ്റബോധത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കുന്ന യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ ഓരോരുത്തരും വെളിപ്പെടട്ടെ. ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ, ജീവനിൽ വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ആമേൻ. അവരുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടട്ടെ, അവരുടെ സാഹചര്യങ്ങളിൽ വെളിപ്പെടട്ടെ. ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമായി മാറട്ടെ കർത്താവേ. അതേ കർത്താവേ, അടഞ്ഞ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. ഒരിക്കലും തുറക്കത്തില്ല എന്ന് ചിന്തിച്ചിരുന്ന ചിലത് ആമേൻ അപ്രതീക്ഷിതമായ നിലയിൽ തുറന്നു വരട്ടെ കർത്താവ്. ഇതുവരെ ഇല്ലാത്ത നിലയിൽ അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. നിങ്ങൾ ഈ ലോകത്തില് പിശാച് നിങ്ങളുടെ പല ഇമേജ് കൊണ്ട് കാണിക്കുന്നുണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചിന്തകളുടെ അകത്ത് ഇല്ല. ആ ചിന്തകളെ മുഴുവൻ ക്രിസ്തുവിന്റെ ഒരു അനുസരണത്തിനെ പിടിച്ചടക്കിയിട്ട് പറയണം, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ സിസ്റ്റത്തിന്റെ കീഴിലാണ്, അതായത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗീയമായ ഒരു ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. നിങ്ങൾ ക്രിസ്തുവിലാണെന്ന് തിരിച്ചറിയുന്നു. അതെ, അതിൽ വാഴുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും ഇത് അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.